ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ പണിക്കെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഞങ്ങൾ ഒരു എസ്കലേറ്ററിൻ്റെ ഓഫീസ് വരെ പോയേക്കായിരുന്നു. ഉച്ചയായപ്പോഴും ഇറങ്ങിയത്. ഉച്ചയായല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഇവിടെ വൃത്തിയാക്കി എന്താ ഇത് ഞങ്ങൾ നടക്കുന്ന ഒരു സൈഡിലത്തെ എന്താ പറയാ, അയ്യോ, ഫുട്പാത്ത് ഭയങ്കരമായിട്ട് വൃത്തിയാക്കി. ഇവിടെയൊക്കെ നേരത്തെ ഭയങ്കര അഴുക്കായിരുന്നു. ഇങ്ങനെ പശുവിൻ്റെ ചാണകവും പട്ടിത്തീട്ടവും എല്ലാം ആയിരുന്നു ഇവിടെയൊക്കെ പായലൊക്കെ ആയിരുന്നു. അതൊക്കെ സ്ക്രബ് ചെയ്ത് കളഞ്ഞ അവിടെ വേറെ സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ എന്തെങ്കിലും ഉച്ചയായി കഴിച്ചു, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും തിന്നാൻ പോവുക. ഇനി ഞാനുണ്ട്, അബീത്തുണ്ട്. എടാ ഒന്ന് വാടാ, വേഗം വാ. ശ്രീത്തുണ്ട്, കണ്ടാണനുണ്ട്, 4 പേരുണ്ട്. അപ്പോൾ എന്തെങ്കിലും തിന്നണം ഗൈസ്. അവിടെ കടയിൽ ചെന്നിട്ട് വരാം. അബീത്ത് ഒരു 65 ബിരിയാണി, ശ്രീജിത്ത് ഒരു ചിക്കൻ റൈസ്, കണ്ണാണൻ ഒരു 65 ബിരിയാണി. ഞാനൊരു അവസരം പിടിച്ചൊരു ഞെക്കണ്ടായിരുന്നു. അപ്പം തന്നെ ബിനോചേട്ടൻ തന്നെ വന്നു. ബിനോചേട്ടൻ ചിക്കൻ റൈസ് പറഞ്ഞു. സാമാനങ്ങളെല്ലാം വരണം, തിന്നണം. രാവിലോട്ടൊന്നും തിന്നിട്ടില്ല. ഇഷ്ടം പോലെ കഷ്ടം. വെള്ളരി ഇനിയില്ലെന്ന് അവരൊക്കെ വരുന്നതാണ്. പോസ്റ്റ് ഓണം. നീ എവിടെ പോയി മേടിച്ച അതോടെ ഇല്ല അപ്പോൾ എൻ്റെ സ്പ്രൈറ്റ് ഇല്ല ഗൈസ്. നിരാശനായ സാധനങ്ങളൊക്കെ ഇനി വരട്ടെ, വന്നിട്ട് വരാം. പിന്നെ അബീത്ത് ആഗ്രഹിച്ച സാധനം കിട്ടി. എനിക്ക് എനിക്ക് അപ്പോൾ അങ്ങനെ ചിക്കൻ റൈസ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞെക്കി തീർത്തിട്ട് സോസ് ഇല്ലെന്ന് പറയാം. ഇനി മൂന്ന് 65 ബിരിയാണി കൂടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ നോക്കണം. 65 ബിരിയാണി വന്നു ഗൈസ്, തിന്നുകൊണ്ടിരിക്കുക. നോ മോർ എക്സ്പ്ലനേഷൻ. തിന്നിട്ട് വരാം. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. ഗൈസ് അപ്പോൾ ബിരിയാണി തിന്ന് മധുരത്തിന് വേണ്ടി ഒരു ഉണ്ണിയപ്പം പോലത്തെ സാധനങ്ങൾ ഗൈസ് അത് മേടിച്ച് തന്നാണ്. ബ്രെഡ് ആംലേറ്റ് പാഴ്സൽ നെയ് ബാബു. ബ്രെഡ് ഓംലെറ്റ് സെബിക്കാണ് ഗൈസ്. അവന് വയ്യ, പനിയായിട്ട് റൂമിൽ കിടക്കുക. അവൻ മേടിച്ചുകൊണ്ടപ്പോൾ കമൻ്റ നീ തിന്നാ എനിക്ക് ഇഷ്ടമില്ലാത്ത ഉണ്ണിയപ്പം ഇല്ല, ബോണ്ട വിളിക്കുന്നല്ല. അവിടെ ഇല്ല, അവിടെ നിന്ന് മേടിക്കാം. അയക്കാം. ബസ് സ്റ്റാൻഡ് വിജയണ്ണൻ്റെ ഫോട്ടോ
വിജയണ്ണന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാ നീ എന്നോ കേട്ടെ വീഡിയോ എടുത്തു അല്ല ബസ് സ്റ്റാൻഡിൽ വിജയണ്ണന്റെ ഫോട്ടോ നീ എന്നാണ് എന്നെ അത്രയ്ക്ക് വലിയ ആഭാസനാക്കിയാണ് ഒരുമാതിരി നോട്ടം നോക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ വിജയണ്ണന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നാല് കാണിച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നു. അതെ അതെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ അകടയിൽ ബ്രെഡ് ഓംലെറ്റ് ഇല്ലെന്നാണോ അത് ഉണ്ടാക്കത്തില്ലെന്നാണോ? ഓ അവിടെ എഗ് ഇല്ല ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ വേറൊരു കടയുണ്ട് അവിടെ പോകണം. ഇനി അത് മേടിക്കണം. എന്തൊരു വെയിൽ! ഇന്നലെ ആ ഷീറ്റിട്ട് ഉണ്ടായിരുന്നതിനേക്കാളും ഡബിളിൻ്റെ ഡബിൾ വെയിൽ. നേരെ ഉച്ചക്കടിക്കാണ്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു. കത്തിജ്വലിച്ചിരിക്കുന്ന സൂര്യൻ എന്നാ ചെയ്യാൻ? അയ്യോ, ഈ വെയിലത്തൊക്കെ പണിയെടുക്കുന്നത് സമ്മതിച്ചു. അയ്യോ, ഞാൻ കടച്ചത് അവനത് മേടിച്ചു കൊടുക്കട്ടെ. അയ്യാണ്ട് കിടക്കുമോ ചെറുക്കൻ? ഇന്നലെയൊക്കെ പയർ പോലെ നടന്ന പറ കേക്കട്ടെ എല്ലാരും. ഏതാണ്ട് പറഞ്ഞു പയറ് പോലെ എന്ന് പറഞ്ഞപ്പോ ഏതാണ്ട് പറഞ്ഞു കഴിച്ചു. അത് കഴിഞ്ഞ പക്ഷെ മിണ്ടുന്നില്ല. കുട്ടി മിണ്ടണില്ല. അത് ഏറ്റില്ല. അതെ, ഏക്കാത്തോണ്ട് മിണ്ടാത്തതാണ് ചേച്ചി. അപ്പൊ ഇതൊന്നും അവന് മേടിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ സൈറ്റിലോട്ട് പോകണമെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ തീരുമാനമൊക്കെ മാറും, പറയാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യമാണ്. പോയി കഴിയുമ്പോൾ നമ്മൾ പോയി ഒച്ചുറക്കും. അതുകൊണ്ട് അപ്പോൾ ഇനി ഇത് മേടിക്കാൻ വന്നേക്കുക. ഞാൻ പറയാം ഒരു ബ്രെഡ് ഓംലെറ്റ് പാഴ്സൽ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം 2 ലൈമും കൂടെ കുടിക്കാൻ വിചാരിച്ചു. ലൈം ഡബിൾ വരുന്ന സമയത്ത് നമുക്ക് ലൈം കുടിച്ച് തീർക്കാം. അപ്പോൾ എനിക്ക് ലൈമും കൂടെ കുടിക്കാൻ. പോയി എൻ്റെ അമ്മ. എന്നാ വെയിലായിരുന്നു. അയ്യോ, ഇതാണ് കനി പിടിച്ച സെബിൻ. തലവേനുണ്ടോടാ? കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക. ചിലപ്പോൾ ശരിയാവും. ഇല്ല, നമുക്ക് പോയിട്ട് ആശുപത്രി പോ. പനിയാണ് ചത്ത്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ ഓഫീസിൽ ചെന്നിരുന്നപ്പോഴത്തേക്കിനും ഇവൻ തൂങ്ങിയിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നെ, ഭയങ്കര വലിയ. എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടെ വലിച്ചേ കാണട്ടെ. വരുന്നില്ല, ശ്വാസം ഇല്ല വലിക്കാൻ. അയ്യോ, വയ്യാണ്ടായി. രാവിലെ പോയത് അവിടെ. എത്ര മണിയായപ്പോൾ എത്തിയടാ അവിടെ പൂജിയുടെ ഓഫീസിൽ? 10 മണിയായോ? അല്ല, അതിന് മുമ്പ് ഞങ്ങൾ വന്നില്ല. 9-9:30 ഒക്കെ പോയതാ. ഇപ്പൊ 12 1 മണി 1:15 ഇരിക്കുന്നത്. സൈറ്റിന്ന് വിളിച്ച് പണിക്ക് പോണ. പണിക്ക് പോണം. ചൂടാ പണിക്ക് പോണോടാ. പണിക്ക് പോണ്ട. പണിക്ക് പോകണമെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ പോവാൻ ഒരു മൂടില്ലല്ലേ? എനിക്ക് ആ മൂടില്ല. പക്ഷെ പോയേ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾ ഇന്നലെ കണ്ടിച്ചിട്ട ജിപ്സം ബോർഡ് അത് അവിടെ ഷീറ്റ് കയറ്റണം. അതുകൊണ്ട് ഇപ്പോൾ പോണം. എത്രയാ? 2 മണിയായി. അപ്പോൾ നാളെ ചെല്ലുമ്പോൾ ഒരു 3 മണിയൊക്കെ ആവും. എനിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് കാണിക്കണം. അവിടെ പോയി ഷീറ്റൊക്കെ വെച്ച് ഉറക്കവും വരുന്നു. ബിരിയാണി എന്നുകൊണ്ട് ഹെവി ആയിപ്പോയി. റാപ്പ് നോക്കിയിട്ടുണ്ട്. റാപ്പ് വരട്ടെ.
റാപ്പിഡോയിലാണ് ഉറങ്ങിപ്പോയായിരുന്നു. ഇനി ഉറക്കം വരുന്നില്ല. നല്ല ക്ഷീണമുണ്ട്. സൈറ്റില് ഇപ്പൊ എത്തുന്നു. റൂമൊക്കെ പോയി അപ്പൊ തന്നെ സൈറ്റിൽ ചെന്നിട്ട് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അവിടെ എത്തട്ടെ. ഗായ്സ് അങ്ങനെ സൈറ്റിൽ വന്നു. ഇന്നലെ വന്ന സൈറ്റ് തന്നെയാണ്. ഉറങ്ങിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വണ്ടി ഇറങ്ങിയിട്ട് ഒരു വെള്ളവും മേടിച്ച് നേരെ സൈറ്റിലോട്ട് പോകും. സൈറ്റിൽ വന്ന് അകത്ത് കയറി പണിയങ്ങ് തുടങ്ങാം. കുറച്ച് സമയം കൂടെ പണിഞ്ഞിട്ട് ഇറങ്ങണം. അത്ര ഉള്ളൂ. ഇനി അടുത്ത് വേറൊരു വീഡിയോ എടുക്കുമ്പോൾ വരാം. സോ ഹലോ ഗായ്സ്, ഞാൻ സൈറ്റ് കയറിയ പിന്നെ ക്യാമറ ഫോണിൽ തൊടാൻ സമയം കിട്ടിയിട്ടില്ല. പണിയോട് പണിയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 9 മണിയാവും. 8:55 ഇപ്പം ഇങ്ങോട്ട് റാപ്പിഡോയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരാവധിയില്ല. എന്തേലും കഴിക്കുക, കയറി കിടക്കുക, ഉറങ്ങുക. വീഡിയോ ഇനി നാളെ എന്ന് പറഞ്ഞാൽ 19 തീയതി വൈകിട്ട് വരും. നാളെ തന്നെ അപ്പോൾ ഒരു ഷോർട്സും വരും. 2 ഷോർട്സ് വരാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, എഡിറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ഇടാം. അപ്പോൾ ഇന്ന് വീഡിയോത്തോളൂ. ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. ഇന്ന് രാവിലെ കുറേ ടൈം ഓഫീസിൽ പോയതാണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ സൗണ്ട് വരുന്നുണ്ട്. ഞാൻ റോട്ടിലായിരിക്കുന്നു. ഇത് കണ്ടോ, വണ്ടിയുടെ സൗണ്ടൊക്കെ ഇഷ്ടം പോലെ കാണും, ഹോണടിയൊക്കെ കാണും. അപ്പോൾ ക്ഷമിക്കുക, ഞാൻ റോട്ടിലാണ് ഇരിക്കുന്നത്. റൂമിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് കുറവാണ്. അതുകൊണ്ട് റൂമിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് കുറവാണ്. അത് റോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ടയർഡാണ്. മെയിൻ കാണാൻ രാവിലെ 9 മണി തൊട്ട് ഓഫീസിൽ പോയിരിക്കുകയാണ്. 9 മണിക്ക് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഇറങ്ങിയപ്പോൾ 1:30 ഉച്ചയ്ക്ക്. പിന്നെ ഇവിടെ വന്ന് കഴിച്ച് അപ്പം തന്നെ റാപ്പ് ബുക്ക് ചെയ്ത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 10-15 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് സൈറ്റിൽ. അപ്പോൾ റാപ്പിലിരുന്ന് അവിടെ ചെന്നപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ എന്ത് ചെയ്യാൻ, നേരെ പണിക്ക് കയറിയിട്ട് ഉറക്കം വന്നിട്ട് വരുന്നു. പക്ഷെ പണി കഴിഞ്ഞ് ഇറങ്ങി വണ്ടി മൊത്തം ഉറങ്ങുമായിരുന്നു. ഫുൾ ടൈം ഉറങ്ങുമായിരുന്നു. ക്യാമറ ഒന്നും എടുത്തില്ല. ഫുൾ ടൈം ഉറങ്ങുമായിരുന്നു. ഉറങ്ങി നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ വൈകിട്ട് വരുമായിരിക്കും. ഒന്നെങ്കിൽ 19 തീയതി വരും, അല്ലെങ്കിൽ 20 തീയതി വരും. ഏതെങ്കിലും ഈ 2 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം വരും. ഞാൻ എപ്പോഴും ഇങ്ങനെ സൈഡിലോട്ട് നോക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ, അടുത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്. ഇത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഇതെന്താ, അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും അതിൻ്റെ ഒരു വെട്ടം വന്നപ്പോൾ അത്യാവശ്യം കാണുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.